ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും ശ്രുതിനെയും വർഷേനെയാണ്. അങ്ങനെ അവർ കിച്ചണിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയും ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ കാര്യം അറിയാലോ. എങ്ങനെയെങ്കിലും വർഷേനെ കുത്തി തിരിച്ച് നമ്മുടെ രേവതിനെ വർഷയുടെ ശത്രുവാക്കണം, അത് തന്നെയാണ് ലക്ഷ്യം. പക്ഷെ അതൊന്നും നടക്കുന്നില്ല കേട്ടോ. നമ്മുടെ വർഷയ്ക്ക് രേവതിനെ നന്നായിട്ട് അറിയാം, രേവതി എങ്ങനെയുള്ളവളാണെന്നും രേവതി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതിന് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് എന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അതൊന്നും യേശുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഈ വഴക്കുകളൊക്കെ ഒരു പരിധി വേണമല്ലോ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കുകളെന്ന് പറഞ്ഞാൽ അതിന് ഒരു അതിര് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, അതെ, നമ്മൾ എത്ര വഴക്ക് കൂടിയാലും അത് മനസ്സിൽ കൊടുക്കാതിരുന്നാൽ മതി. പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നവരെ എത്ര അടി കൂടിയാലും ഒരു പ്രശ്നമില്ല. വഴക്ക് കൂടുന്നത്രയും സ്നേഹവും കൂടുകയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഈ കാര്യത്തിൽ നിന്റെ അത്രയും എക്സ്പീരിയൻസ് എനിക്കില്ല കേട്ടോ. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ആഹാ, ചേച്ചി പറഞ്ഞാൽ തോന്നൂല ചേച്ചിയുടെ ഹസ്ബൻഡ് വഴക്കടക്കില്ലെന്ന്. അല്ല, നിങ്ങൾ തമ്മിൽ വഴക്കടിച്ച് പിണങ്ങിയത് കൊണ്ടല്ലേ അന്ന് അദ്ദേഹം ടെറസിൽ പോയി കിടന്നത്? അത് ചെറിയൊരു ആർഗ്യുമെന്റാ, പക്ഷെ അത് സീരിയസ് ഒന്നും അല്ലല്ലോ. അതും ഫൈറ്റ് തന്നെയാ ശ്രുതി ചേച്ചി, അത് നല്ല ഫൈറ്റ് തന്നെയാ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും വഴക്കിടാറുണ്ട്. രേവതി ചേച്ചിയും സച്ചേട്ടനും വഴക്കടിച്ചാലും അവർ പെട്ടെന്ന് തന്നെ ഒന്നാവുന്നുണ്ടല്ലോ. സ്നേഹത്തിന് ഒരു കുറവുമില്ല, രണ്ടുപേർക്ക് നല്ല സ്നേഹമാണ്. രേവതി ചേച്ചിയുടെ കയ്യിലെ എന്തോ മാന്ത്രിക വടിയുണ്ട്. ഞാൻ ചേച്ചിയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആഗ്രഹിച്ചോ, പക്ഷേ വഴക്ക് കൂടുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കരുത് കേട്ടോ പക്ഷേ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അതെ, ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ ശ്രുതിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ടേ ഞാൻ പറയുന്നില്ല, വിട്ടോ വിട്ടോ, അതാ നല്ലത് എന്ന് നമ്മുടെ രേവതി ആട്ടോ പറഞ്ഞത്. ശ്രുതിക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ പേടിയായിട്ടോ. എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു, അതെ വർഷേ, എൻ്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല കേട്ടോ, സ്നേഹത്തിൻ്റെ വടി മാത്രമേ ഉള്ളൂ. അത് കയ്യിൽ ഉള്ളിടത്തോളം എത്ര ഞങ്ങൾ വഴക്കടിച്ചാലും ഞാനും സച്ചേട്ടനും പിരിയില്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ കൂടുതൽ അടുക്കുകയുള്ളൂ. എനിക്ക് സച്ചേട്ടനെ അത്രയ്ക്കിഷ്ട, സച്ചേട്ടൻ എന്നെയും അത്രയ്ക്കിഷ്ട. ആത്മാർത്ഥമായിട്ട് പരസ്പരം ഒന്നും പങ്കുവെക്കാതെ അവനവൻ്റെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, അപ്പം രേവതി ചേച്ചിക്ക് അടിക്കേണ്ടടുത്ത് അടിക്കാനൊക്കെ അറിയാം അല്ലേ? അറിയാം, അടിക്കാനും അറിയാം, ഇങ്ങോട്ട് അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കാനും അറിയാം. എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രുതി അങ്ങ് സത്യം പറഞ്ഞ ചമ്മി നാറി വിളറി വെളുത്തങ്ങ് നിൽക്കുകയാണ് നമ്മുടെ രേവതിയുടെ ഡയലോഗ്സ് ഒക്കെ കേട്ടിട്ട്. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും സച്ചിനെയും സുധീനെയാണ്. അങ്ങനെ ശ്രീകാന്ത് പറയാ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം, കല്യാണം കഴിച്ചു പോയില്ലേ മക്കളെ, വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ അവളോട് എത്ര വട്ടം പറഞ്ഞെന്നു. അവളത് കേട്ടില്ല. ഇന്ന് അവള് ഇങ്ങോട്ട് വന്ന് പറയുന്നു, വാ നമുക്ക് വീട്ടിൽ പോകാന്ന്. ഇവരുടെ മനസ്സ് വായിക്കാൻ പറ്റില്ല കേട്ടോ, വല്ലാത്ത മനസ്സാ. എടാ, കല്യാണത്തിന് മുമ്പ് ശ്രുതി എന്നെ ഏത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ചെറിയ വിഷയത്തിന് പോലും എന്നോട് എതിർപ്പിന് വരും, ദേഷ്യത്തിന് വരും. അല്ല, എന്ത് വിഷയത്തിന് എടുത്ത് ദേഷ്യപ്പെടുന്നത്? അതിപ്പം പറയാനുണ്ടോ? ഇവൻ ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ട് അവൻ ദേഷ്യപ്പെടുത്തുമെന്ന് സച്ചി പറഞ്ഞു. എന്നിട്ട് സച്ചി പറഞ്ഞു, എടാ, ഭർത്താവ് ജോലിക്ക് പോകുന്നില്ലെങ്കിൽ ഏത് ഭാര്യയ്ക്കാണെങ്കിലും ദേഷ്യം വരും. പൗരുടെ അടുത്ത് ഇത്രയും കാലം നിന്നെ ഒന്നും ചെയ്യാതെ വിട്ടത് നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചാൽ, അല്ല, രേവതി എടുത്തി ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യപ്പെടാറുണ്ടോന്നോ? ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. നീ പറഞ്ഞ സത്യം, ഇവരുടെ മനസ്സ് വായിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഏത് സമയത്ത് എന്താ പറയുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല. വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടിയും വഴക്കും ഇല്ലാത്ത ദാമ്പത്യ ജീവിതം ഇല്ല മോനെ, ഇല്ല. ഈ ലോകത്ത് ഒരാണും പെണ്ണും അങ്ങനെ ജീവിച്ചിട്ടില്ല, അടിയും വഴക്കും ഇല്ലാതെ. അപ്പം കല്യാണത്തിന് മുമ്പ് പ്രണയിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ പ്രണയിക്കുമ്പോൾ
ഉള്ള വഴക്കെ ഈ 2020 ക്രിക്കറ്റ് മാച്ച് പോലെയാ. പക്ഷെ കല്യാണം കഴിയുമ്പോഴുള്ള വഴക്ക് ടെസ്റ്റ് മാച്ച് പോലെയാ. ബോൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും. ആ കാര്യം സുധി പറഞ്ഞത് കറക്റ്റാ എന്ന് സച്ചി പറയാ. അതിന് നമുക്ക് 4ഉം 6 ഒന്നും അടിക്കാൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ചു മുട്ടിയിട്ടോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ വിക്കറ്റ് തെറിക്കും. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തിന് ഒരു കോള് വന്നത്. ഈ ഫോണിൽ ആരാണോ? അയ്യോ അയ്യോ ദേ വിളിക്കുന്നു. ശ്രുതി അല്ല, വർഷ വിളിക്കുന്നു. അതിപ്പോ അറിയത്തില്ലല്ലോ എന്തിനാ വിളിക്കുന്നതെന്ന്. ശോ, ഇനിയിപ്പോ ഇവിടെ എവിടെയെങ്കിലും നിന്ന് ഇതൊക്കെ കേട്ട് കാണുമോ? എന്റെ ദൈവമേ, തീർന്നെന്ന് കൂട്ടിക്കേണ്ടാ മതി. അല്ലടാ, നീ ഫോൺ എടുക്ക്. ഹലോ വർഷേ, അതെ ശ്രീകാന്തേ, എത്ര നേരം ഇവിടുന്ന് പോയിട്ട്? നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, എനിക്ക് ഉറങ്ങണം. ദേ ഞാൻ ദാവെന്ന് വർഷേ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോക്കറ്റിന് പോലും ഈ സ്പീഡില്ല, ആ ഒരു സ്പീഡിലാണ് ഓടിപ്പോയത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സുധി, ഈയിടെ സച്ചി അവന് ഭാര്യനെ പേടിയാടാ, അതാടാ അവൻ ഓടിപ്പോയത്. നമ്മൾ ഭാര്യമാര് ഒരിക്കലും പേടിക്കാൻ പാടില്ലെന്ന് സുധി പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വിളിച്ചു. ശ്രുതിയുടെ കോള് കണ്ടതും അമ്മേ ദേ ശ്രുതി. ഹലോ, എന്താ എന്താ ശ്രുതി, പറ മോളെ. അതെ, ഇത്ര നേരെയായിട്ട് നീ അവിടെ എന്തെടുക്കുക? അവിടെ കിടന്ന് നീ ഉറങ്ങിയോ? അതോ ആ സച്ചിയുടെ കൂടെ കൂടി നീ വഴി തെറ്റാൻ പോവാണോ? മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നോണം കേട്ടോ. എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഓടി അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ഓടിപ്പോയപ്പോഴത്തേക്ക് സച്ചി, എടാ നീ ഇതെങ്ങോട്ട് പോവാ? എന്റെ വിക്കറ്റ് വീഴുന്നത് നിനക്ക് കാണണമല്ലേ, ഞാൻ പോവാടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓടിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, ഓഹോ, 2 ഭാര്യമാരും വിളിച്ച് അവരോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്റെ ഭാര്യയെ ഞാൻ എന്നെ വിളിക്കാത്തത് ചോദിച്ചിട്ട് തന്നെ കാര്യം, ഇവക്ക് എന്നോട് സ്നേഹവും മാങ്ങാത്തൊലിയൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ രേവതിനെ വിളിക്കുക. രേവതി അവിടെ ഇരുന്ന് നല്ല പൂകെട്ടലാണ് കേട്ടോ. അപ്പൊ പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിയുടെ കോള് വരുന്നത്. മണ്ടേ നിന്നിട്ട് എന്തിനായിരിക്കും സച്ചി വിളിക്കുന്നതെന്ന് ഓർത്ത് നമ്മുടെ രേവതി ഇങ്ങനെ ഫോൺ എടുക്കണം. പക്ഷെ ഇതെന്ത് പറ്റി വിളിക്കുന്നതെന്ന് പറഞ്ഞാ എടുത്തേക്കാന്ന് പറഞ്ഞ് എടുത്തു. ഹലോ, എന്താ സച്ചേട്ടാ? അത് പിന്നെ സച്ചേട്ട ടെറസിലല്ലേ ഉള്ളത്, അവിടെ നിന്ന് എന്തിനാ സച്ചേട്ട ഫോൺ ചെയ്യുന്നത്? അത് പിന്നെ എന്താന്ന് വെച്ചാൽ സച്ചേട്ടൻ ഒന്ന് പറ, നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന്. എന്താ വിളിക്കാത്തതെന്നോ? എന്റെ കൂടെ ടെറസിലുണ്ടാകുന്ന 2 ഓട്ടക്കാരെയും അവരുടെ ഭാര്യമാര് വിളിച്ചു. അപ്പോഴത്തേക്കും തന്നെ അവരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് ഓടിപ്പോയി അവര്. എന്നെ എന്താ നീ വിളിക്കാത്തത്? ഞാൻ ഭാര്യ ഇല്ലാത്ത ഒരുത്തിനെ പോലെ ഇവിടെ നിൽക്കുക. നീ എന്താ എന്നെ വിളിക്കാത്തത്? പറയടി, നീ എന്താ എന്നെ വിളിക്കാത്തത്? അവരുടെ ഭാര്യമാര് വിളിച്ചല്ലോ, നിനക്ക് എന്താ എന്നെ വിളിച്ചാല്? അപ്പൊ നമ്മുടെ രേവതി ചിരിച്ചിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെയല്ലേ സച്ചേട്ട ഉള്ളത്, പിന്നെന്തിനാ ഞാൻ സച്ചേട്ടനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറയുന്നത്? ഓട്ടക്കാരുടെ ഭാര്യമാര് ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്, അവര് രണ്ടുപേരും ഭർത്താക്കന്മാരെ വിളിച്ചല്ലോ, പിന്നെ നിനക്കെന്താ എന്നെ വിളിച്ചാൽ പ്രശ്നം? അവര് രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി വിളിച്ചതായിരിക്കും. എന്താ നിനക്ക് എന്നെ ഉറങ്ങാൻ വിളിക്കത്തില്ലേ? എന്റെ പൊന്ന് സച്ചേട്ടന് ഉറങ്ങാൻ വേണ്ടിയല്ലേ ടെറസിന്റെ മണ്ടയിലേക്ക് പോയത്, പിന്നെ ഞാൻ എന്തിനാ സച്ചേട്ടനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്? അതിന്റെ കാര്യമുണ്ടോ? അത് നീ അങ്ങോട്ട് വിളിച്ചു വരുത്തണം എന്നെ. നീ എന്നെ ഫോൺ ചെയ്ത് എത്ര നേരം വരെ ടെറസിൽ നിൽക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. നീ ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞേ. സച്ചേട്ടൻ എന്റെ കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കുന്നത്, മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കിയേ, ചുമ്മാ, വേറെ പണിയില്ലേ സച്ചേട്ടാ? അതെ, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തേ, ഫോൺ കട്ട് ചെയ്തിട്ട് നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുക, എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയണം പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. പറഞ്ഞേ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് ഫോണും കട്ട് ചെയ്തു. രേവതി, ഇതെന്തപ്പാ ഈ സച്ചേട്ടന് പറ്റിയത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് ഫോൺ എടുത്ത് നേരെ സച്ചിനെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ ഫോൺ കോൾ വന്നതും നമ്മുടെ സച്ചി പേടിച്ച് ഫോൺ എടുത്തിട്ട്, ഹലോ, പറ രേവതി. ഇതെന്താ സച്ചേട്ടൻ പേടിയുള്ളതുപോലെ പറയുന്നത്? അവരും ഭാര്യമാര് വിളിച്ചപ്പോ ഇങ്ങനെയാ പറഞ്ഞത്, നീ ദേഷ്യത്തിൽ പറഞ്ഞേ. ഇത് സച്ചിയേട്ടാ, ഇപ്പൊ ദേഷ്യത്തിൽ പറയാമേ. എവിടെയാ നിങ്ങളുള്ളത്? ഞാൻ ടെറസിലുണ്ട് രേവതി. ടെറസിലോ? എന്തിനാ ടെറസിൽ പോയത്? പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? എനിക്ക് കിടന്നുറങ്ങണ്ടേ? പെട്ടെന്ന് എത്ര നേരമായി ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോയിട്ട്, പെട്ടെന്ന് ഇറങ്ങി വരാനാ പറഞ്ഞത്. അത് പിന്നെ രേവതി, ഞാൻ പെട്ടെന്ന് വരാം രേവതി, ദേ ഞാൻ വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒരു ഒറ്റ ചിരിച്ചിരിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, എന്തിനാ നീ ചിരിക്കുന്നത്? ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അവർ രണ്ടുപേരും അവരുടെ ഭാര്യമാരോട് ഇങ്ങനെയാ സംസാരിച്ചത്, അപ്പൊ ഞാനും എന്റെ ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കണ്ടേ? എന്റെ പൊന്നു സച്ചേട്ടൻ ഇങ്ങനെ ഒന്നും സംസാരിക്കണ്ട. സച്ചേട്ടൻ എപ്പോഴും എന്നോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ മതി, എനിക്കതാ ഇഷ്ടം. ആണോ? അങ്ങനെയാണോ നിനക്ക് ഇഷ്ടം? എന്നാ പിന്നെ ഞാൻ അങ്ങനെ സംസാരിക്കത്തുള്ളൂ കേട്ടോ. അതെ, രാവിലെ കസ്റ്റമേഴ്സിനോട് കാരണം മാല കെട്ടുക ഞാന്, അതുകൊണ്ട് ഉറങ്ങിയ ലേറ്റ് ആകും. സച്ചേട്ടൻ ഉറങ്ങിക്കോ. എന്നാ ശരി, ഞാൻ കിടക്കാൻ പോവാ. അതെ, നീ അധികം ലേറ്റ് ആക്കണ്ട കേട്ടോ.
ബാക്കി നാളെ രാവിലെ എണീറ്റ് കേട്ടാം. നീ ഒരു കാര്യം ചെയ്യുക, ഉറങ്ങിക്കോ. എന്നിട്ട് ഫോണും കട്ട് ചെയ്തപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ആയത്. പിന്നെ പുള്ളിക്കാരെ ഫോണൊക്കെ പിടിച്ചൊരു ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഹി 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 എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ട് വിളിച്ചോണ്ടൊക്കെ ഇരിക്കുക. നമ്മുടെ രേവതിയാണെങ്കിൽ ഓ ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വർഷ പെട്ടെന്ന് വരിക രേവതിയുടെ അടുത്തേക്ക്. എന്നിട്ട് വർഷം വന്നിട്ട്, അതേ രേവതി ചേച്ചി ഇതെന്താ തനിയെ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല മോളെ. അല്ല എന്താ മോളെ? ഞാനേ ഈ മുല്ലമാല എടുക്കുന്നുണ്ടേ. ഇത് നാളെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതാ. അതൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ ക്യാഷ് വെച്ചിട്ടുണ്ടല്ലോ. ഈ ക്യാഷ് എടുത്തോ. അല്ല മോള് രാവിലെ ഫംഗ്ഷനോ മറ്റോ പോകുന്നുണ്ടോ? ഞാൻ നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് നിനക്ക് കിട്ടിത്തരാം. ഏയ് നാളെ ഫംഗ്ഷനൊന്നും പോകുന്നില്ല, ഇത് ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിനാ എന്ന് പറഞ്ഞ് കയ്യിലൊക്കെ അങ്ങ് ചുറ്റിയിട്ട് എനിക്കിത് മതി കേട്ടോ, ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പൂ എടുത്തോണ്ടങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് പിടികിട്ടിയത് എന്താവശ്യത്തിനാണെന്ന്. ഏതായാലും രേവതി ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താവശ്യത്തിനാണെന്ന്. അവർ കുറച്ച് ദിവസം ആയില്ലേ കണ്ടിട്ട്. അപ്പൊ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ശ്രുതിനെയും കാണിക്കുന്നത്. ശ്രുതി ചോദിക്കുക, എന്താ എന്താ ഇത്രയും നേരം സച്ചിയോട് സംസാരിച്ചത്? ഞാൻ സച്ചിയോട് സംസാരിച്ചിട്ടില്ല. അവനൊക്കെ മനുഷ്യരോട് അവനോടൊക്കെ നമ്മൾ സംസാരിക്കുമോ? ഞാൻ എൻ്റെ റേഞ്ചിലുള്ളവരോടല്ലേ സംസാരിക്കത്തുള്ളൂ. അപ്പൊ പിന്നെ ഇത്രയും നേരം ആരോടാ സംസാരിച്ചത്? അത് അവിടെ ശ്രീകാന്ത് ഉണ്ടായിരുന്നു. ഞാൻ അവനോടാ ശ്രുതി സംസാരിച്ചത്. ഞാൻ സച്ചിയുടെ മുഖത്ത് പോലും നോക്കിയില്ല. അല്ല ശ്രീകാന്തിനോട് എന്താ സംസാരിച്ചത്? എന്റെ കുറ്റവും കുറവും വല്ലതും ആണോ പറഞ്ഞത്? അതിന് എന്റെ ഭാര്യയ്ക്ക് കുറ്റവും കുറവൊന്നും ഇല്ലല്ലോ. നീ എല്ലാം തികഞ്ഞവളല്ലേ. അവന്റെ ഭാര്യയുടെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞു. ഞാനത് കേട്ട് നിങ്ങൾ ആസ്വദിച്ചു. സത്യമാണോ ഈ പറയുന്നത്? ഇന്നേ വരെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടോ ശ്രുതി? അങ്ങനെയല്ല, ഞാൻ ഇന്നേ വരെ ശ്രുതിയോട് കള്ളം പറഞ്ഞിട്ടുണ്ടോന്ന്. ഇതുവരെ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഞാൻ നിരത്തണോ? ഞാനത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രുതിക്ക് അറിയാമോ? ഞാനത് പറയാൻ തുടങ്ങിയാൽ ഇന്ന് തീരില്ല. നാളെ നേരെ വെളുക്കുന്നവരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാ ഞാനത് പറയാത്തത്. എനിക്ക് ഉറങ്ങണം. അത് മുതലെടുക്കരുതേ. അത് പിന്നെ അതൊക്കെ സാഹചര്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതല്ലേ ശ്രുതി. നമുക്കിപ്പൊ കിടന്നുറങ്ങുന്നതല്ലേ നല്ലത്. അതല്ലേ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലത്. ബാ നമുക്ക് കിടന്നുറങ്ങാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ കിടന്നുറങ്ങുന്നൊക്കെ കൊള്ളാം. നിങ്ങള് എന്താ സംസാരിച്ചതെന്ന് ശ്രീകാന്തിനോട് ചോദിച്ചാൽ അറിയാം. നാളെ അവ പറയുമല്ലോ. നിങ്ങൾ എന്നെ കുറിച്ച് സച്ചിയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാല് ഞാൻ എന്ത് പറയാനാ ശ്രുതി? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ പറയേണ്ട കാര്യമില്ല. പറയാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം എന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യം വന്നിട്ട് അങ്ങ് ടോയ്ലറ്റിലേക്ക് അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇന്നത്തെ ഉറക്കം പോയി, മൂടും പോയി. നാളെ ഇനിയിപ്പൊ എന്തോ ചെയ്യും? അവൻ വല്ലതും പറഞ്ഞു കൊടുക്കോ? മേളിലങ്ങാടം വല്ലതും പോയി കിടന്നാലോ? ഇനിയിപ്പോ നാളെ പറയൂ അവൻ? അവൻ പറയുകയാണെങ്കിൽ അവൻ വർഷനെ കുറിച്ച് പറഞ്ഞതും ഞാൻ കുറച്ച് കയറ്റി അങ്ങ് പറയും. പണി കൊടുക്കും ഞാൻ ആരാ മോനെന്ന് അവനെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന നേരം പരപരാ വെളുത്തു. നമ്മുടെ രേവതി കിച്ചണിൽ ഇങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്ത് തീർത്തിട്ട് നേരെ പൂവൊക്കെ എടുത്ത് പൂക്കടയിലേക്ക് പോകാൻ തുടങ്ങുക. അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര ഇങ്ങ് വരുന്നത്. ചന്ദ്ര, എടി നീ എങ്ങോട്ട് പോവാടി? എടി പച്ചക്കറികളും മറ്റും എടുത്ത് പുറത്ത് വെക്കുക. നീ കെട്ടിയ പൂമാലകളും പൂക്കളും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് കുത്തി നിറയ്ക്കുക. എന്താടി നീ കാണിക്കുന്നത്? എന്തിനാടി പൂക്കൾ ഫ്രിഡ്ജിനകത്ത് വെച്ചത്? അതറിയില്ലേ അമ്മയ്ക്ക്? പൂക്കൾ വാടാതിരിക്കാനാ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. നീ കാരണം ഈ വീട് തന്നെ വാടിപ്പോയിരിക്കുക. വീട് വാടുന്നുണ്ടെങ്കിലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തെളിച്ചു കൊടുക്കാം. എടി ദേ നീ തലമറന്ന് എണ്ണ തേക്കല്ലേ. അല്ല പൂ വാടാതിരിക്കാൻ ഈ നമ്മളിങ്ങനെ വെള്ളം തെളിക്കുമല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് വീട് വാടാതിരിക്കാൻ വെള്ളം തെളിക്കാം. നിന്റെ നാക്കിലെ നീളം കൂടി വരിക. ഇല്ലില്ല, ദേ അമ്മ വേണമെങ്കിൽ നോക്കിക്കോ. നീളം കൂട്ടിയിട്ടുണ്ടോ? ദേ വേണ്ട പോലെ നീ കുറച്ച് ഓവർ ആകുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നമ്മയൊന്ന് മാറി നിന്നേ, എനിക്ക് പോണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എടി നീ എവിടെയാടി പോകുന്നത്? നീ എങ്ങോട്ട് പോവാ? അതെ കുറച്ച് സ്ഥലത്ത് മാല കൊടുക്കാനുണ്ട്, അത് ഞാൻ പോയി കൊടുത്തിട്ട് വരാം. അപ്പൊ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും? ഇവിടുത്തെ ജോലികളൊക്കെ എന്താടി പറയടി? ഇവിടുത്തെ ജോലികളൊക്കെ നിങ്ങൾ ചെയ്യണമെന്നാണോ നീ പറയാൻ പോകുന്നത്? ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്തിട്ടാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. സകല ജോലി തീർത്തു, ചോറും കറികളും ഒക്കെ വെച്ചു. അമ്മയ്ക്ക് വിശക്കുമ്പം എപ്പോഴാന്ന് വെച്ചാൽ എടുത്ത് കഴിക്കുക. അച്ഛനും വിളമ്പി കൊടുത്തോ. ഞാനേ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഇറങ്ങി. അവിടെയും നമ്മുടെ ചന്ദ്ര വിജയിച്ചില്ല കേട്ടോ. നമ്മുടെ രേവതി ഇപ്പൊ സത്യം പറഞ്ഞ നല്ല ഡയലോഗുകളൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ചെറിയ കുട്ടികളോട് പറയുന്ന പോലെ അവൾ എന്നോട് പറഞ്ഞത്, ചോറെടുത്ത് വെക്കണം, അതെടുത്ത് വെക്കണം, ഇതെടുത്ത് വെക്കണം, ചോറെടുത്ത് കൊടുക്കണം. നീ സമ്പാദിക്കുന്നതിന്റെ
അഹങ്കാരമാണ് നിനക്ക്. എത്ര നാൾ നീ സമ്പാദിക്കുന്നേ, ഞാനൊന്ന് നോക്കട്ടെ, വെച്ചിട്ടുണ്ടിട്ട് നിനക്ക് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്താണ് നമ്മുടെ മഹിമ വരികയാണ് കേട്ടോ, നമ്മുടെ ചന്ദ്രയുടെ വീട്ടിലേക്ക്, അതായത് ചന്ദ്രോദയത്തേക്ക് മഹിമ വരികയാണ്. അങ്ങനെ മഹിമയുടെ വണ്ടി വന്ന് നിൽക്കുന്നു, മഹിമ ഇറങ്ങി വരുന്നു. ചന്ദ്രമതി ഇത് കാണുന്നു, ഓടി ചെല്ലുന്നു. അയ്യോ, ഇതാരും മഹിമയോ എന്നും പറഞ്ഞ് ഓടി ചെന്നിട്ട് കേറി വാ കേറി വാ കേറി വാ എന്നും പറഞ്ഞ് അകത്ത് കയറ്റിയിരുത്തുന്നു. നമ്മുടെ മഹിമയ്ക്ക് ഭയങ്കര സന്തോഷം. ഒരു വഴക്ക് നടന്നു, ഒരു ഫീലും മഹിമയുടെ മുഖത്തുമില്ല. അങ്ങനെ മഹിമയോട് ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ മഹിമയെ ക്ഷമിക്കണം കേട്ടോ, ചില പ്രശ്നങ്ങളൊക്കെ നടന്നു, ശരിയാ, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാ എൻ്റെ നടുക്കത്തെ മകൻ ചെയ്തത്, അതിന് ഞാൻ ക്ഷമ ചോദിക്കാം. എന്താ ചന്ദ്ര ഇത്, അങ്ങനെ ക്ഷമ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊക്കെ പാവങ്ങള്, അവൻ അതൊക്കെ ചെയ്തതിന് നിങ്ങളാണോ ക്ഷമ ചോദിക്കുന്നത്? അതൊക്കെ വിട്ടുകളാ, അതൊക്കെ ഞാനും വിട്ടുകളഞ്ഞ കേസാ, പോയ കാര്യമൊക്കെ പോയി, ഇനിയിപ്പോൾ അതൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ടൊന്നും വരണ്ട. അല്ല അതെ, എൻ്റെ മകള്, അത് പിന്നെ അവള് ഡബിങ്ങിന് പോയി, അവളെ എന്തോ ഡബ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞോണ്ടാ ഇവിടുന്ന് പോയത്. ആണോ? എന്ത് ചെയ്യാനാ എൻ്റെ ചന്ദ്രയെ, അവൾ എന്ത് ചെയ്ത ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഒരു വിധത്തിലാണ് ഞാൻ പറഞ്ഞ് കൈയും കാലും പിടിച്ച് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. പറയാതിരിക്കുന്നതാ ഭേദം. മക്കളുടെ ഓരോരോ വാശികള്, പിന്നല്ലാതെ എന്താ പറയാ. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്, നിന്റെ വീടാണിത് അത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവളെ. അങ്ങനെ ഒത്തിരി വിവരവും ബോധവും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. ഞങ്ങൾ ലാളിച്ച് അവളെ അങ്ങനെ ആക്കിയതാ. വിവരവും ബോധമൊക്കെ ഉണ്ട്, പക്ഷെ അവൾക്ക് പെട്ടെന്ന് മനസ്സിലങ്ങ് തട്ടും. അതാ അവളുടെ അച്ഛനും അമ്മയെന്നും വെച്ചാൽ അവൾക്ക് ജീവനാ. അതുകൊണ്ടാ പിന്നെ ഞാൻ പറഞ്ഞു ഒരു വിധത്തിൽ അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്നൊക്കെ പറഞ്ഞ് വെറും പച്ച കള്ളങ്ങൾ നമ്മുടെ മഹിമ പറയാ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര, അയ്യോ മഹിമയ്ക്ക് ഇത്ര നല്ല മനസ്സോ, ഏതായാലും നല്ല മനസ്സിനുടമയാട്ടോ മഹിമ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി വന്നപ്പോൾ, ശ്രുതി നീ പോയി ചായ എടുത്ത, രേവതി ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിനെ ചായ എടുക്കാൻ പറഞ്ഞുവിടാ. കോപ്പ് നമ്മുടെ ശ്രുതിക്ക് കാര്യം വന്നിട്ട് ഞാനെന്താ വേലക്കാരിയോ എന്നൊക്കെ പറഞ്ഞ് പുറത്തിട്ടാണ് പോയി ചായ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ശ്രുതിക്ക് അറിയാം, ശ്രുതിക്കൊന്നും ഇപ്പൊ അവിടെ ഒരു സ്ഥാനവും ഇല്ല. നമ്മുടെ വർഷയാണ് ഇപ്പം തട്ടിൽ കുറച്ച് പൊക്കത്ത് നിൽക്കുന്നത്. ഈ സമയത്ത് ഒരു ചേച്ചി പൂമാല മേടിക്കാൻ വരികയാണേ. പൂമാല മേടിക്കാൻ വന്നിട്ട്, അതേ പൂക്കാരിയമ്മേ, എനിക്ക് ഒരു പൂമാല തരുമോ? ഞാൻ ഇന്നലെ ഓർഡർ കൊടുത്തതാ, ഇവിടെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടെന്നാ രേവതി പറഞ്ഞത്, അതൊന്ന് എടുത്ത് തന്നാൽ മതി പൂക്കാരിയമ്മ എന്ന് പറഞ്ഞപ്പോ, നിർത്തടി, ആരാടി നിന്റെ പൂക്കാരിയമ്മ? എന്ത് ധൈര്യം ഇടുന്നിട്ടാടി നിനക്ക് ഇവിടെ കയറി വന്നെ പൂക്കാരിയമ്മ എന്ന് വിളിക്കാൻ തോന്നിയത്? അയ്യോ, ഈ പൂ വിൽക്കുന്നവരെ ഞങ്ങൾ പൂക്കാരി എന്നാ വിളിക്കുന്നത്, അല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ? ഡോക്ടറേന്നോ എഞ്ചിനീയറേന്നോ വിളിക്കാൻ പറ്റുമോ? പൂ വിൽക്കുന്നവരെ പൂക്കാരി എന്നല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പൂ വിൽക്കുന്നവരല്ലേ? ഞാൻ പൂ വിൽക്കുന്നു, നിന്നോട് ആരാടി പറഞ്ഞത്? എൻ്റെ ആ മരുമകൾ വൃത്തികെട്ടവള് പൂ വിൽക്കുന്നതിന്. ഏതായാലും പൂ വിൽക്കുന്നില്ലെങ്കിലും ചന്ദ്രമതി പൂക്കട എന്നാണല്ലോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ചന്ദ്രമതി നിങ്ങളല്ലേ? ഏതായാലും എനിക്ക് ആ പൂ ഇങ്ങെടുത്തതാ. നിനക്ക് പൂ വേണമെങ്കിലേ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കേ. ഞാൻ ഓർഡർ കൊടുത്ത പൂവാ, രേവതി അതിനകത്ത് കെട്ടിവെച്ചിട്ടുണ്ട്, അതിങ്ങെടുത്ത് തന്നാൽ മതി. അപ്പൊ നമ്മുടെ മഹിമ പറഞ്ഞു, എന്താ ചന്ദ്രേ, ആ പൂ അങ്ങ് എടുത്തു കൊടുത്താൽ തീരാന്ന് പ്രശ്നമല്ലേ ഉള്ളൂ, അവർക്ക് പോകണ്ടേ, പെട്ടെന്ന് നിന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. മഹിമ പറഞ്ഞത് കൊണ്ട് എടുത്തു കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നമ്മുടെ ചന്ദ്ര നേരെ പോയി പൂ എടുത്തോണ്ട് വന്നു ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ ഇങ്ങനെയല്ല തരേണ്ടത്, ഞാൻ വേറെ 2 മുഴം പൂവാ ചോദിച്ചേക്കുന്നത്, ഇതിപ്പോ ഒരു 3-4-5 മുഴുണ്ട്, ഇത് നിങ്ങൾക്ക് നഷ്ടാ. നഷ്ടോ ലാഭമൊന്നുമില്ല, നീ കൊണ്ടോക്കോ, ഇതൊന്നും അളന്ന് പിടിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ ഇത്ര എനിക്ക് വേണ്ട. മഹിമ പറഞ്ഞു, അതൊന്ന് അളന്ന് കൊടുക്ക് ചന്ദ്രേ, എന്തിനാ വെറുതെ. അപ്പോഴത്തേക്കും മഹിമ പറഞ്ഞിട്ട് വീണ്ടും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു മുഴം ഇങ്ങനെ വെച്ച് നോക്കി, എന്നിട്ട് വീണ്ടും ഒരു മുഴം എടുത്ത് 2 മുഴം കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ മഹിമ പറഞ്ഞു, ഓഹോ ഇത് ശരിയാണല്ലോ, പൂക്കാരി എന്ന് ഈ ചേച്ചി ചന്ദ്രനെ നോക്കി വിളിച്ചതിന് യാതൊരു പ്രശ്നമില്ല കേട്ടോ, അടിപൊളിയായിട്ടല്ലേ പൂ വളർന്നു കൊടുക്കുന്നത്, പൂക്കാരിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ഇൻസൾട്ട് ആയിട്ടോ. ചന്ദ്രയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. പൂക്കാരി ഏതായാലും പൂക്കാരിയല്ല, പൂ മേടിക്കാൻ വന്ന ആ സ്ത്രീ ഏതായാലും പൂ മേടിച്ചുകൊണ്ട് പോയി. ചന്ദ്ര അങ്ങ് വെന്തുരുക. ശ്രുതിയില് ഇതെല്ലാം കണ്ടിരുന്ന് ആസ്വദിക്കാണ് കേട്ടോ. ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ ഇവിടെ ചവിട്ടി തേക്കുമല്ലേ നിങ്ങൾക്ക് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് മാറി ചായ എടുക്കാൻ പോയി നമ്മുടെ ശ്രുതി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മഹിമ പറഞ്ഞു, ഞാൻ പോട്ടെ, ഏതായാലും ഇനിയിപ്പം ടൈമില്ല, എനിക്ക് മോളെ ഒന്ന് കയറി ഡബ്ബിങ് സ്റ്റുഡിയോയിൽ കയറി കണ്ടിട്ടും പോകാമല്ലോ, എങ്കിൽ പിന്നെ ഞാൻ പോവുക ചന്ദ്ര. ഒരു കാര്യം മറന്നുപോയി, ഇന്നേ ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, വൈകിട്ട് ചെറിയൊരു പൂജയുണ്ട്, എനിക്കും ഒരു 3 മുഴം മുല്ലപ്പൂ ഒന്ന് എടുത്തു തന്നെ ചന്ദ്ര എന്നിങ്ങനെ പറയുക. അയ്യോ ചന്ദ്രയ്ക്ക് അത് കൊടുക്കാൻ പറ്റുമോ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ, വല്ലാത്തൊരവസ്ഥ. ചന്ദ്ര ലാസ്റ്റ്
ഒരു 3 മുഴം അളന്നിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും ഇതിനിടയിൽ പൂക്കാരി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ മഹിമ. ഇതിൽ മഹിമ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കി തന്നെ ചെയ്യുന്നതാണ്. ചന്ദ്രക്കിട്ട് മുട്ടം പണി കൊടുക്കുന്നതാണ്. ഈ പൂ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസയും കൂടെ കൊടുക്കുകയാണ്. ഇതും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ സകല കൺട്രോളും പോവാൻ. മഹിമ ആയതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ശനിയാഴ്ചയൊക്കെ അല്ലേ, നമുക്ക് ശനിയാഴ്ചയൊക്കെ അല്ലേ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാനൊക്കെ സമയം കിട്ടും. നമുക്കൊക്കെ പഠിത്തം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങിപ്പോയിട്ടോ. അതാണ് നമ്മളിന്ന് താമസിച്ച് വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ നയനിയുടെയും ആദർശിൻ്റെയും കഥയാണ്. ആദ്യമായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.